ഹായ് കൂട്ടുകാരെ, നമുക്കില്ലേ ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്ന് ഒരു ഉണക്ക കപ്പ നമുക്ക് പുഴുക്ക് വെച്ചാലോ. അപ്പം കപ്പ നല്ല വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. എപ്പോഴാണ് വെള്ളത്തിലിട്ട ഒരു ചൂടുവെള്ളത്തിലിട്ട് വെച്ചു. 2 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ ഉണക്ക കപ്പ നല്ല വൃത്തിയായിട്ട് കഴുകണ്ട. എൻ്റെ ചേട്ടൻ നല്ല വൃത്തിക്ക് കപ്പ കഴുകണയാണ് കേട്ടോ. ആ കപ്പ നമുക്ക് വാരി ഇങ്ങനെ വെള്ളുകപ്പ വാരി നമുക്ക് വേവിക്കാം കേട്ടോ. പച്ചയ്ക്ക് അരിഞ്ഞ് ഉണങ്ങിയ കപ്പ 4 വട്ടം കഴുകണം കേട്ടോ. ഓക്കെ, നമുക്ക് കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാവേ. മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. നമുക്ക് കപ്പയ്ക്ക് ആവശ്യമായ തേങ്ങ, ചെറിയ ഉള്ളി, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാവേ. നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യാവേ. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പ വെന്ത് നമുക്ക് അരപ്പിട്ടിട്ട് നമുക്ക് കപ്പ ഫ്രഷാക്കി ഇളക്കി എടുത്തേക്കാം. നമുക്ക് അരപ്പിട്ട് ഒന്ന് ചൂടാകാൻ വെക്കണം. അരപ്പൊന്ന് വേണ്ടതിന് ശേഷം നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരപ്പിന് ആവശ്യമുള്ള ഉപ്പും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കപ്പ അങ്ങനെ ഇളക്കി നല്ലോണം വെള്ളം ഇളക്കി അങ്ങനെ ഉടച്ചെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് സ്പ്രേ ചെയ്ത് ഇച്ചിരി മതി, കുറച്ച് മതി. അതുപോലെ നമ്മുടെ ചിക്കൻ ഫ്രൈയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ ഇത് ഫ്രൈയും കൂട്ടി കപ്പപ്പുഴുക്ക് കഴിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി കൂട്ടുകാരെ. കപ്പപ്പുഴുക്ക് വേണ്ടവർ ഓടിച്ചാടി വന്നോളൂ കേട്ടോ. കപ്പപ്പുഴുക്ക് തരാം. വരൂ, കപ്പപ്പുഴുക്ക് കഴിക്കാം. റെഡിയായി, ഓടി വന്നോളൂ.